അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് വട്ടായിരിക്കണം ആൾക്കാർ. ഒരു പയ്യൻ റാൻഡായിട്ട് ഒരു മാളിൽ വെച്ച് കണ്ടപ്പോൾ ബാസിയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ സിഗരറ്റ് വലിക്കും, ബാസി സിഗരറ്റ് വലിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട്. അപ്പോൾ ബാസി പറഞ്ഞു, ഞാൻ സിനിമയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, ഞങ്ങൾ ഒരിക്കലും അത് എമുലേറ്റ് ചെയ്യരുത് അതെടുത്തിട്ട് എന്നുള്ളത്. അപ്പം ഇപ്പോൾ എല്ലാ കാലത്തും ബാസി വൺസ് ഫിലിം ജേണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം യൂത്തിൻ്റെ വല്ലാത്തൊരു ഇഷ്ടവും അഡ്മിറേഷനും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യുന്ന നേരത്ത് എത്രമാത്രം റെസ്പോൺസിബിളാണ്? സിനിമ ഉണ്ടാ ആൾക്കാർ സിനിമ ഉണ്ടാ പോരെ, അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വിവരമൊക്കെ മലയാളിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ല ആൾക്കാർ എന്തെങ്കിലും ചെയ്യണത്. എനിക്കാണ് ലൈഫ് റിഫ്ലെക്സ് ആർട്ട്, ആർട്ട് റിഫ്ലെക്സ് ലൈഫ്. അതൊരു എന്താ പറയുക, ഒരു പ്രൊജക്ഷനാണ്. നമ്മുടെ മനസ്സിലുള്ളൊരു സാധനവും അതൊരു എന്താ പറയുക, അതൊരു എക്സ്പ്രഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് വട്ടായിരിക്കണം ആൾക്കാർ. സോ സിനിമയാണ് അതിനുള്ള ഒരു ഇപ്പം ബിനിലൊരു ആർട്ടിസ്റ്റാണ്. ബിനിലിന് ഇഷ്ടമുള്ള പാഠം അവൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഫ്രീഡം എല്ലാവർക്കും വേണ്ട, എല്ലാ ആർട്ടിലും. അയ്യോ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാരെല്ലാം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലാന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആർട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ടിന് അതിൻ്റെതായ ഫ്രീഡം. സിനിമ അങ്ങനത്തെ ഒരു മീഡിയ ആണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഐ ഡോണ്ട് ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൾക്കാരെ പഠിപ്പിക്കാനോ തിരുത്താനോ മാറ്റാനോ. നമ്മൾ പൊളിറ്റിക്കലാണ് നമ്മളെല്ലാവരും. നമ്മൾ സിനിമ ചെയ്യണം, അത്ര ഉള്ള. അതിൽ കൂടുതൽ ഐ ഡോണ്ട് തിങ്ക് സോഷ്യൽ എന്താ പറയുക, ഭയങ്കര പരിപാടികളൊന്നും അങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഇതൊരു സിനിമ മാത്രമാണ്.